Hello guys, welcome back to my YouTube channel. This is me, your Alvin Engedi. So കുറെ ദിവസമായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ല. എന്താ സംഭവം ചോദിച്ചു കുറച്ച് പേര്. സംഭവം ലാസ്റ്റ് വീക്കും ഒക്കെ ആയിട്ട് കുറച്ച് എക്സാമും എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതേമാതിരി തന്നെ കുറച്ച് മടിയും പിടിച്ചു പോയി. ജോലി കയറി കുറച്ച് സമയത്തിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ചെറിയൊരു വ്ളോഗിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. കാരണം ഇന്നിപ്പോൾ റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ നമ്മളവിടുത്തെ ഇന്ത്യൻ എംബസിയിൽ ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ നിൽക്കണം. ഓക്കെ, ആസ് യൂഷ്വൽ 9:30 പരിപാടിക്ക് നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. സാലറി ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഒരു മിനിറ്റ്, സ്ഥലത്തിൽ നോക്കുന്നുണ്ട്. നമ്മളുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളൊരു 4 പേരുണ്ട്, വേറെ ആരും കാണാനൊന്നുമില്ല. ഇപ്പൊ ബീജിയം ഇടണ്ട. നാട്ടിലെത്തിയ ചെറിയ ഫീലായിട്ടുണ്ട്. ഗൈസ്, ഇവിടെ നമുക്ക് ഫുഡും പരിപാടികളൊക്കെ ഉണ്ട്. പരിപാടി 9:30 തീർന്നു. ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങും ഫുഡ് ഉണ്ടല്ലേ. പക്ഷെ ഇതറിഞ്ഞെങ്കിൽ കഴിക്കണ്ടായിരുന്നു. നമ്മൾ കഴിച്ച് വയറൊക്കെ നിറച്ചിട്ടാണ് വന്നത്. അതാണ് ലേറ്റ് ആയത് തന്നെ. പക്ഷെ മണി പറഞ്ഞിട്ടായിരുന്നല്ലോ ഫുഡ് ഉണ്ടെന്ന്. അപ്പേ മണി പറഞ്ഞിട്ടായിരുന്ന ഫുഡ് ഉണ്ടാവുമെന്ന്. എന്നിട്ട് മണി വന്നിട്ടില്ല. മണി തീരെ. അത്യാവശ്യം മലയാളികളുണ്ട് കേട്ടോ. സിസ്റ്റർ കന്യാസ്ത്രീമാരൊക്കെ ഉണ്ട് ഇവിടെ. ഉണ്ട് എന്താ ഫ്ലേ? അത് ഡെസേർട്ടാടാ. ആർക്കും ഇഷ്ടമായി ഫുഡ്? ഞാൻ കഴിച്ചോട്ടെ. ഗൈസ്, നമ്മളപ്പോൾ പരിപാടി കഴിഞ്ഞു. ഓരോരുത്തർ നമ്മൾ സ്റ്റുഡൻസൊക്കെ പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ അൽഫി ഉണ്ട്, ലിജാസ് ഉണ്ട്, അഫ്ല ഉണ്ട്, പിന്നെ ഞാനുണ്ട്. സംഭവം ഫ്ലാഗ് ഹോയിസ്റ്റ് പ്രോപ്പറായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഫുഡ് കൊള്ളായിരുന്നു. അല്ല അൽഫിനെ, ഫ്ലാഗ് ഹോയിസ്റ്റ് കാണാൻ പറ്റില്ല, പക്ഷെ ഫുഡ് കിട്ടില്ലായിരുന്നു. പറയാണ്ടിരിക്കാൻ പറ്റില്ല. സോ വേറെ നമ്മുടെ ഹോസ്റ്റലിൽ കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ പോയി. ഫുഡ് നല്ല സ്പേസ് ആയിരുന്നു. ഫുഡ് അടിപൊളിയായിരുന്നു. ഫുഡ് അടിപൊളിയായിരുന്നു, പറയാണ്ടിരിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് തിരക്കല്ലേ, പറഞ്ഞിട്ട് പോകല്ലേ. അതാണ് നമ്മുടെ ഇന്ത്യൻ എംബസി. കോടിയുടെ അടുത്തുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. മഴ കാരണം നല്ല മഴ, ശക്തമായ മഴ പെയ്തപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നീ പൊക്കോജി മഴ പെയ്തപ്പോൾ കോടി പറക്കണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ ഫ്ലാഗ് കാണിക്കാനെങ്കിലും പറ്റിയത്. പക്ഷെ ഇതൊന്നും കാണിക്കാനും പറ്റില്ല. മഴ പെയ്ത കാരണം നനഞ്ഞിരിക്കുകയാണ്. അതാണ് കാരണം. ഓക്കെ, അതൊക്കെ ഇന്ത്യൻസ് ആട്ടോ. അതൊക്കെ ഇന്ത്യൻസാ. മെജോറിറ്റി പീപ്പിൾസോട് ഇന്ത്യൻസാണ്. ഓക്കെ, ഇവിടുത്തെ ലേക്കാണ്, ചെറിയ ലേക്കാണ്. നമ്മുടെ വ്ളോഗ് വളരെ ചെറിയൊരു വ്ളോഗായിരുന്നു. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്രയും കണ്ടന്റ് ഒന്നും കിട്ടിയിട്ടില്ല. കാരണം രാവിലെ പോയപ്പോൾ ലേറ്റായി. പിന്നെ പറഞ്ഞ ഒരു ഫുഡ് കഴിക്കുന്ന കുറച്ച് വിഷ്വൽസ് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആയാലും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം വിഷ്വൽസ് കുറവായിരുന്നു. ചെറിയ വീഡിയോ, പക്ഷേ ബാഡ് അടിക്കരുത്. അടുത്ത വ്ളോഗ് നല്ല വെറൈറ്റി വ്ളോഗായിരിക്കും. അത്യാവശ്യം കുറച്ച് കോമഡി ആയിട്ടുള്ള വ്ളോഗാണ് അടുത്ത് വരുന്നത്. ഓക്കെ, ഞാനിപ്പോൾ വീട്ടിലെത്തി, ഡ്രസ്സ് മാറി വർക്കിന് വന്നേക്കോ. അപ്പോൾ വർക്ക് പ്ലേസ് എത്തി. അപ്പോൾ യൂട്യൂബിൽ ഇതുവരെ ഞാൻ എൻ്റെ വർക്ക് പ്ലേസ് കാണിച്ചിരുന്നില്ല. ഒരു വീഡിയോ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മുടെ മുതലാളി വണ്ടി കേട്ടോ. ഇത് വർക്കുന്ന വണ്ടി. പിന്നെ ഒരു വണ്ടി ഇറക്കുന്നുണ്ട്, ഇപ്പോൾ വന്നിട്ടുള്ളതുണ്ട്. നോക്കട്ടെ, കറക്റ്റ് ടൈമാണ്. ഒരു ഡുക്കാട്ടിയുടെ ഹൈപ്പർ മോട്ടറാണ് ഇറക്കിയിട്ടുള്ളത്. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ഈ വണ്ടി 2 മണിയാ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് റേ ടൂണിങ്ങിലാണ്. ഇവിടെ റീമാപ്പിംഗ്, ടൂണിങ്, ഓപ്ഷൻ ബാങ്ക്സ് ഒക്കെ അറിയാം നമ്മുടെ നാട്ടിലെന്താണ്. അതേ തന്നെ എക്സോസ്റ്റ് മാർക്ക് മാത്രം ചെയ്യുന്ന ഷോപ്പിലാണ്. നമ്മുടെ മുതലാളി അവിടെ ഇരിക്കുന്നുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഇത് ഫ്രാൻസി, നമ്മുടെ ഗിഡിയൻ കൂടെ വർക്ക് ചെയ്യണ പയ്യനാണ്. അതാണ് നമ്മുടെ മുതലാളി, നമ്മുടെ കൊച്ചു മുതലാളി. ഓക്കെ, പിന്നെ നമ്മുടെ ഗേറ്റിൻ്റെ എൻ്റെ വണ്ടങ്കിരി ഇവിടുത്തെ യോണോ, അവൻ പുറത്തുനിന്നുകൊണ്ട് നോക്കിയിട്ട് വരാം. പുറത്തല്ലത് ഈ ബെൻസിൻ്റെ ഡോറിൻ്റെ അടിയിലേക്കിൻ്റെ ദിസ് ഈസ് യോണോ.
ഫിനിഷ് ചെയ്യാണ് കേസ്. എൻ്റെ അമ്മേ, വണ്ടി നിരങ്ങിയൊക്കെ പോണേ. വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരാൾ വണ്ടി ഓടിക്കുമ്പോൾ അവിടെ പേടിച്ചിട്ടുള്ളത് പോയ ഗഡിയുടെ കൂടെ ഇരുന്നിട്ടാ. ഒയ്യോ, ശരിക്കും പേടിച്ചിട്ട് ഞാൻ. എൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് തരാം. ഓക്കെ, ഇതാണ് കേസ് നമ്മുടെ മുതലാളിയുടെ വണ്ടി. ഇത് റീമാപ്പ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുള്ള ഡുക്കാട്ടിയാണ്. പിന്നെ ഇത് ലാൻഡ് റോവർ എക്സോസ്റ്റ് അടിച്ചപ്പോൾ റീമാപ്പ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചേക്കാണ്. ഇതൊക്കെ വർക്കിന് ഇന്ന് വന്നിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. സോ ഇതാണ് നമ്മളൊരു കുഞ്ഞു വ്ളോഗ്. ഞാൻ പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ലൈക്ക് വീഡിയോസ് ആഡ് ചെയ്ത് കേട്ടോ. സോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വ്ളോഗ് ഉടനെ ഇതിൻ്റെ പിന്നാലെ തന്നെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. ഓക്കെ, ബൈ ബൈ.